ബൈബിളിൽ ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലൊരു പ്രാർത്ഥനയായിട്ടോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഏലിയാവ് നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3.5 വർഷത്തേക്ക് ദേശത്ത് മഴ പെയ്തില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഇങ്ങനെയാണ് കേട്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. പക്ഷേ ഈ 3.5 വർഷത്തേക്കൊക്കെ ദേശത്ത് മഴ പെയ്യാതിരിക്കാൻ ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. 3 ദിവസത്തേക്കെങ്കിലും ഒന്ന് മഴ മാറണേന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. മഴ എന്തായാലും അനുഗ്രഹമാണ്, അതിന് ഒരു സംശയമില്ല. പക്ഷേ ഈ പെരുമഴ അതൊരു ദുരിതമാണ് കേട്ടോ. ഈ ദുരിതത്തിനിടയിൽ ഒരു ദുരിതാശ്വാസം എന്ന് പറയുന്നത് ഈ ചായകുടിയും കാപ്പികുടിയൊക്കെയാണ് കേട്ടോ. എന്തായാലും മഴ മാറിയിട്ട് ഈ അലക്കും പെറുക്കൊന്നും നടക്കത്തില്ല. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മഴ കാരണം പെൻഡിങ്ങിലായ എൻ്റെ ഒരു വർക്കാണ് കേട്ടോ ഈ തുണി കഴുകൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തുണി കഴുകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ അങ്ങ് ജോലിക്ക് പോയി കേട്ടോ. രാവിലെ എഴുന്നേറ്റത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവിടെയും മഴ ചതിച്ചു ആശാനെ. ഇത് കണ്ടോ, ഇപ്പൊ വീശുന്ന ഈ കാറ്റ് കണ്ടോ, അതിശക്തമായ കാറ്റും മഴയുമായിരുന്നു കേട്ടോ. ഇതൊരു 2-3 മണിക്ക് ശേഷം തുടർച്ചയായിട്ടുണ്ടായ ഒരു കാര്യമാണ്. അപ്പൊ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മച്ചി നല്ല കപ്പയും അതുപോലെ തന്നെ കായലിലെ കണ്ണിമീൻ കറി വെച്ചതും അച്ചിങ്ങ തോരനും നല്ല റേഷൻ അരിയുടെ ചൂട് ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കായലിലെ കണ്ണിമീനാണ് കേട്ടോ ഇത്. കായലിലെ കണ്ണിമീൻ്റെ മീൻകറിയുടെ ചാറ് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. ഈ മീനിന് നല്ല മുള്ളുണ്ട്, സൂക്ഷിച്ച് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ തൊണ്ടയിൽ കൊടുങ്ങുന്നത് അറിയത്തില്ല. ഈ പെരുമഴയത്തും വെള്ളക്കെട്ടിലും ഒക്കെ ഇത്രയും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു കാര്യത്തിൽ ദൈവത്തിനോട് നന്ദി പറയാണ് കേട്ടോ. വീടിന് ചുറ്റും വെള്ളമാണെങ്കിലും ആഹാരത്തിനും ആവശ്യങ്ങൾക്കും ഒന്നും ദൈവം ഇതുവരെ മുട്ട് വരുത്തിയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടന്റ് മഴ തന്നെയായിരുന്നു കേട്ടോ. മഴയും മഴക്കാലവും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവങ്ങൾ എന്നുള്ളത് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പണിയിലോട്ട് പോകുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.